നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ആഗ്രഹം, ട്രിവാൻഡ്രത്ത് നമ്മുടെ ആക്കുളം റോഡിലുള്ള ഒരു വേൾഡ് മാർക്കറ്റിൽ അവിടെ എക്സ്പോ നടക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പം അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അവിടെ പാമ്പും പിന്നെ അണ്ടർ വാട്ടർ ടണൽസും എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കാണാനൊരു ആഗ്രഹം. ട്രിവാൻഡ്രത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോയില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് പോവാന്ന്. അങ്ങോട്ട് പോയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് കാണിച്ചു തരാം ഗൈസ്. അവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളതും എനിക്കൊന്ന് മീനും പിന്നെ പാമ്പും ഒക്കെ ഞാൻ കണ്ടു. ബാക്കി വേറെ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള കുഞ്ഞു സാധനം ഞാൻ എടുത്ത് അയച്ചു തരാം. ഓക്കെ ബൈ. അതവിടെ എത്തിയിട്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കണ്ട ഒരു ജയൻറ്റ് വീലാണ്. അത് കറങ്ങിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി വണ്ടി പാർക്കൊക്കെ ചെയ്യാൻ പോയി. പാർക്ക് ചെയ്ത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. അപ്പോൾ പെർ പേഴ്സൺ 120 അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ടിക്കറ്റും എടുത്തു. ഞങ്ങൾ ചെന്ന് എൻട്രൻസിൽ ചെന്ന് കയറും വന്നിട്ട് തന്നെ ഫസ്റ്റ് തന്നെ കാണുന്ന ഷാർക്ക് വാ തുറന്ന് വെച്ചേക്കുന്ന ഒരു രൂപമാണ്. ഇവിടെ നമ്മുടെ ടിക്കറ്റ് എടുത്ത് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴും നല്ല തിരക്കുണ്ട്. ഫസ്റ്റ് തന്നെ കാണുന്ന ഫിഷ് ഷാർക്കാണ്. ഷാർക്ക് ഫിഷിനെ കണ്ടുകൊണ്ട് ഇതിൻ്റെ തുടക്കം തന്നെ ഉള്ളത് അടിപൊളിയാണ്. മീൻസ് അതിനകത്തോടെ പോകുമ്പോഴത്തേക്കുള്ള ഫീലിങ്സൊക്കെ അത് വേറെ റേഞ്ചാണ്. അത് ഷാർക്ക് ഫിഷ് കഴിഞ്ഞ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് ഈ കാർപ്പ് ഫിഷാണെന്ന് തോന്നുന്നു. കാർപ്പ് ഫിഷ് പോലിരിക്കുന്ന ഒരു കുറേ ഫിഷസ് ഉണ്ട്. അതും ഇതിൻ്റെ ജോയിൻ ചെയ്ത് തന്നെയാണ്. അടിപൊളിയാണ് അതും കാണാൻ വേണ്ടിയിട്ട്. കാരണം വേറൊന്നുമല്ല, ഓരോ സെക്ഷൻ ബൈ സെക്ഷൻസ് ആയിട്ടാണ്. ഒരു ഏരിയയിൽ ഫുൾ ഷാർക്ക്, ഒരു ഏരിയയിൽ നോക്കിയാൽ ഈ ഏരിയയിൽ ഫുൾ ഇങ്ങനത്തെ ഫിഷസ് മാത്രം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഫുള്ള് ലൈക്ക് കുഞ്ഞു കുഞ്ഞ് ഭയങ്കര ക്യൂട്ട് കളേഴ്സ് ആയിട്ട് വരുന്നു. ടണലിൻ്റെ സെക്ഷൻസ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അടുത്ത ഇതിലോട്ട് പോവാം. അടുത്ത് എന്തോ കൊണ്ടൊരു ഇതുണ്ടെന്ന് തോന്നുന്നു. അപ്പുറത്തെ സൈഡിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ ഞാനിവിടെ കാണാൻ ആഗ്രഹിച്ചെന്ന സ്ഥലം എത്തി. പേടിക്കലടാ. പേടിയൊന്നുമില്ല. അവറ്റകളെ എനിക്ക് ഇഷ്ടമല്ല. പണ്ട് മുതലേ വൃത്തികെട്ട ജന്തുക്കളാണ്. ഇത്രയും വലിയ തല, ഇത്രയും വലിയ ഉടല്, ഇത്രയും വലിയ ബാല് രാജഗോപാലയാണെന്ന് തോന്നുന്നത്. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. പാമ്പിനൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ പാമ്പിനൊക്കെ കണ്ട് ഇറങ്ങി ഗായ്സ്. അടുത്തത് നമുക്കൊരു പോലെയുള്ള സാധനങ്ങളൊക്കെ വീലുകളാണ്. ക്രോക്കറി ഐറ്റംസ് ആണ്. ഓൺലി അച്ചാർ സെക്ഷനാണ് ഇവിടെ ഉള്ളത്. അടുത്ത് നമുക്ക് ഗാർഡനിങ്ങിൻ്റെ ഏരിയ സെക്ഷൻസ് ആയിരുന്നു. പൂക്കളും അതും ഇതൊക്കെ ആയിരുന്നു. മീൻസ് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നോക്കിയൊക്കെ നടക്കുമായിരുന്നു. കഴിഞ്ഞ നടുവൊക്കെ അടിപൊളി റോസാപ്പൂക്കളായിരുന്നു കൂടുതലും. ഗൈസ് ഇവിടെ അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്. പാർക്കിലെ കണ്ട
പാർക്ക് കണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ഒരു ലക്കി ഡ്രോയർ ഉണ്ടായിരുന്നു. ഞങ്ങൾ പേരൊക്കെ എഴുതിയിട്ടു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ ട്രിവാൻഡ്രം കുട്ടി എക്സ്പോ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ്